അങ്ങനെ ഉറക്കത്തിൽ നിന്നിട്ട് മഞ്ജു കാല് തറയെ കുത്തുവാണ്. അന്നേരം മഞ്ജു തിരിച്ചറിയുവാണ് കാലുവേദനയൊക്കെ പൂർണ്ണമായി മാറിയെന്ന്. എന്നാലും ഇതെങ്ങനെ സംഭവിച്ചു? ഇത്ര പെട്ടെന്ന് വേദന മാറിയോ? മഞ്ജുവിന് തന്നെ അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ മഞ്ജു കുളിക്കാനായിട്ട് ബാത്റൂമിലേക്ക് പോകുവാണ്. ഈ സമയം ഗിരി മണിയിട്ടിട്ടുണ്ടാവും. അങ്ങനെ മഞ്ജുവിൻ്റെ വേദന മാറിയപ്പോൾ ഗിരിക്ക് ഒത്തിരി സന്തോഷമാവുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് മുകുന്ദൻ്റെ വീടാണ്. അവിടെ മുകുന്ദൻ്റെ അമ്മ ഓൺലൈൻ ഡെലിവറിക്കായിട്ട് അവിടെ എത്തിയ മഹിമേനെ കൊണ്ട് ഫോണിൽ റീൽസ് എടുപ്പിച്ചുകൊണ്ടിരിക്കുവാണ്. ഇതുകൊണ്ട് സാധനങ്ങളൊക്കെ മേടിച്ച് വരുമായിരിക്കും കേട്ടോ മുകുന്ദൻ. അന്നേരം മുകുന്ദൻ ചോദിക്കണേ, ആഹാ അമ്മ കൊള്ളാലോ, ഈ ജോലിക്കിടയിൽ പാവം കൊച്ചിനെ പിടിപ്പിച്ചാണോ ഈ റീൽസൊക്കെ എടുപ്പിക്കുന്നത്? അല്ല, അമ്മക്ക് ഈയിടെയായിട്ട് ഓൺലൈനിൽ നിന്നുള്ള ഷോപ്പിംഗ് കുറച്ച് കൂടുന്നുണ്ടല്ലോ. മഹിമ ഇടക്കിടക്ക് കാണാൻ വേണ്ടിയാണോ ഇങ്ങനെ ഓർഡർ ചെയ്ത് കൂട്ടുന്നത്? അന്നേരം മഹിമ പറയണേ, ഏയ് അങ്ങനെ ആൻറ്റിക്ക് എന്നെ കാണണമെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചാൽ പോരെ, ഞാൻ ഓടിയെത്തില്ലേ. അന്നേരം ഗൗരിയമ്മ പറയണേ, കണ്ടോടാ മോൾക്ക് ഇതിലൊന്നും ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. ഈ സമയം മഹിമ ചോദിക്കണേ, അല്ല ഇത് കുറേ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, എന്തിനാ ഇത്ര സാധനങ്ങൾ? ഇന്നെന്താ ഇവിടെ വല്ല ചടങ്ങോ പരിപാടികളോ ഉണ്ടോ? അന്നേരം മുകുന്ദൻ പറയണേ, അത് പിന്നെ ഗിരി മഞ്ജു ഇന്നിങ്ങോട്ടേക്ക് വിരുന്നിന് വരുന്നുണ്ട്. അവരാദ്യമായിട്ടല്ലേ വിരുന്നിന് പോകുന്നത്, അപ്പോൾ സദ്യ ഒട്ടും കുറയ്ക്കരുതല്ലോ, അത് കാരണം എല്ലാം അങ്ങ് വാങ്ങി. അതേക്കുമ്പോൾ മഹിമക്ക് വല്ലാതെ സങ്കടം പോകുക. മഹിമ പറയണേ, ഗിരിയേട്ടനും മഞ്ജും ഞങ്ങളുടെ വീട്ടിലേക്ക് ഇതുവരെ വിരുന്നിന് വന്നിട്ടില്ല. അന്നേരം ഗൗരിയമ്മ മഹിമനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയണേ, മോള് വിഷമിക്കാതിരിക്കേ, ഇപ്പോൾ നിങ്ങളുടെ രണ്ടുപേരുടെ കുടുംബങ്ങൾ തമ്മിൽ ചെറിയ ചില വഴക്കുകളും ശത്രുതയൊക്കെ രണ്ടാളുടെ മനസ്സിലുണ്ടല്ലോ, അതൊക്കെ വൈകാതെ തന്നെ ഗിരിയുടെ മനസ്സിൽ നിന്ന് മാറും. അന്നേരം ഗിരി മഞ്ജുവിനെയും കൂട്ടി നിങ്ങളുടെ വീട്ടിലേക്ക് വിരുന്നിന് വരും. മോളിതൊന്നും ഇതിനെക്കുറിച്ചൊന്നും ഓർത്ത് വിഷമിക്കണ്ട കേട്ടോ. ഈ സമയം മഹിമ പറയണേ, എന്നാൽ ശരി, എനിക്ക് ഡെലിവറിക്കുള്ള സമയമായി, ഞാൻ പോട്ടെ. അങ്ങനെ പറഞ്ഞ് മഹിമ അവിടെ നിന്ന് പോകുവാണ്. ഈ സമയം ഗൗരിയമ്മ മുകുന്ദനിട്ടൊരു തല്ലു കൊടുക്കണേ, ഡാ നീ ആ കൊച്ചിന് മുമ്പ് വെച്ച് എന്തിനാ അവർ വരുന്ന കാര്യമൊക്കെ പറഞ്ഞത്? ആ കൊച്ചിന് ഭയങ്കര സങ്കടമായില്ലേ? അന്നേരം മുകുന്ദൻ പറയണേ, ഞാൻ മഹിമയുടെ കാര്യം പെട്ടെന്ന് ആലോചിച്ചില്ല, അവർക്ക് അത് ഫീൽ ചെയ്യുമെന്ന് ഞാൻ ഓർത്തില്ല, അറിയാതെ പറഞ്ഞു പോയതാ. എന്താണെങ്കിലും ഇന്ന് ഗിരി മഞ്ജുവിടെ എത്തുമല്ലോ, ഗിരിയോട് ഇതിനെക്കുറിച്ച് സംസാരിക്കണം. മഞ്ജുവിൻ്റെ വീട്ടിലേക്ക് ഗിരിയോട് പോകാനായിട്ട് ഉപദേശിക്കുകയും വേണം. പിന്നീട് കാണിക്കുന്നത് ഗിരിയുടെ വീട്ടിലെത്തുന്ന മുകുന്ദനെയാണ് കേട്ടോ. ഈ സമയം മുകുന്ദനെ കണ്ട് ഭാനുമതി അമ്മയും സ്വപ്നയും പുറത്തേക്ക് വരുവാ. മുകുന്ദനോ, എന്താ ഈ സമയത്ത്? അന്നേരം മുകുന്ദൻ പറഞ്ഞേ, ഗിരിനെയും മഞ്ജുവിനെയും ഞാൻ എൻ്റെ വീട്ടിലേക്ക് വിരുന്നിന് വിളിച്ചിരുന്നു, ഇന്ന് വരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ രണ്ടാളും കൈയോടെ ഒന്ന് കൂട്ടിക്കൊണ്ടു പോകാനാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അന്നേരം ഭാനുമതി പറഞ്ഞേ, വിരുന്നിനോ? ഇതിനൊക്കെ പോകേണ്ട വല്ല കാര്യമുണ്ടോ? അവളെയും കെട്ടിച്ചുമന്നുകൊണ്ട് ഈ നാട്ടിലൂടെ പോയി കഴിഞ്ഞാലേ നാട്ടുകാർക്ക് മുമ്പിൽ ഞങ്ങൾ വീണ്ടും കോമാളികളാകും. അവരൊക്കെ ഓരോന്ന് ഞങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് കളിയാക്കി പറയാൻ തുടങ്ങും. അന്നേരം മുകുന്ദൻ പറയണേ, നാട്ടുകാർ പറയുന്നതൊക്കെ ആര് ചെവിക്കൊടുക്കും മുഖവില കിടക്കുന്നു. നാട്ടുകാരിങ്ങനെ അത് പറയും ഇത് പറയുമെന്ന് പറഞ്ഞ് പേടിച്ചിരിക്കേണ്ട കാര്യമൊന്നും നമുക്കില്ല. നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. നമ്മൾ അവരുടെ വാക്കുകൾക്ക് മൈൻഡ് കൊടുക്കാതിരിക്കുമ്പോൾ അവർ തന്നെ ഈ പറച്ചിലൊക്കെ നിർത്തിക്കോളുന്നേ. അങ്ങനെ മഞ്ജുവിനെ എല്ലാ അർത്ഥത്തിലും ഈ വീടിൻ്റെ മരുമകളായിട്ട് അമ്മയും നിങ്ങളൊക്കെ അംഗീകരിക്കണം. ഈ സമയം സ്വപ്ന പറയണേ, മഞ്ജുവിനെ ഇവിടെ ഈ വീട്ടിലെ മരുമകളായിട്ട് ഞാൻ ഒരിക്കലും അംഗീകരിക്കില്ല. അവളുടനെ തന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താകും. വീട്ടിൽ നിന്ന് മാത്രമല്ല ഏട്ടൻ്റെ ജീവിതത്തിൽ നിന്നും. അന്നേരം മുകുന്ദൻ പറഞ്ഞേ, സ്വപ്നെ അങ്ങനെയൊന്നും പറയല്ലേ. അമ്മ ഗിരിനെയും മഞ്ജുവിനെയും വീട്ടിലേക്ക് വിരുന്നിന് വിടണം. അല്ലെങ്കിൽ എൻ്റെ അമ്മയുടെ സ്വഭാവം അമ്മക്കറിയാവുന്നതല്ലേ. അമ്മ ഇങ്ങോട്ടൊരു വരവ് വരും. ഈ സമയം ഗിരി പുറത്തേക്ക് വരുവാണ്. പിന്നാലെ തന്നെ മഞ്ജു വരുന്നുണ്ട് കേട്ടോ. ഗിരി ചോദിക്കണേ, നീ എന്താ ഇത്ര നേരത്തെ തന്നെ ഇങ്ങോട്ടേക്ക് എത്തിയോ? ആ സമയം മുകുന്ദൻ പറയണേ, അല്ല ഇന്ന് നിങ്ങൾ വിരുന്നിന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇനി സമയമാകുമ്പോൾ എന്തെങ്കിലും മാറ്റം വന്നാലോ, അതുകൊണ്ടാണ് ഞാൻ തന്നെ കൈയോടെ കൂട്ടിക്കൊണ്ടു വരാമെന്ന് വിചാരിച്ചത്. മഞ്ജുവിന് ഇന്ന് വിരുന്നിന് വരുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. എനിക്കൊരു കുഴപ്പമില്ല. അതേക്കുമ്പോൾ ഭാനുമതി വരണേ, അത് ശരി, ഇപ്പോൾ ഇതിൻ്റെ കാലുവേദനയൊക്കെ അങ്ങ് മാറിയോ? അന്നേരം മഞ്ജു പറഞ്ഞേ, രാവിലെ എണീറ്റപ്പോൾ തന്നെ കാലുവേദന മാറിയായിരുന്നു. അതേക്കുമ്പോൾ ഭാനുമതി പറഞ്ഞേ, എനിക്ക് നീ പറഞ്ഞപ്പോഴേ അറിയായിരുന്നു ഇതൊക്കെ നിൻ്റെ അടവാണെന്ന്. ഇപ്പം എങ്ങനെ ഇരിക്കുന്നു? ഉറങ്ങി എണീറ്റപ്പോഴേക്കും അവളുടെ കാലുവേദന മാറിയെന്ന് വാ തുറന്നാക്കളെ പറയൂ. ഈ സമയം മുകുന്ദൻ പറഞ്ഞേ, അതൊക്കെ പോട്ടെ, നിങ്ങൾ വേഗം റെഡിയായിട്ട് വാ, അമ്മ അവിടെ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുക. അന്നേരം ഗിരി അമ്മയുടെ അരികിലേക്ക് ചെല്ലണേ, ഞാൻ വിരുന്നിന് പോയിക്കോട്ടെ. ആ സമയം ഭാനുമതി പൊക്കോന്ന് പറയുവാണ് കേട്ടോ. ഗിരി എന്നിട്ട് ചെന്ന് മഞ്ജുവിനോട് പോയി റെഡിയാവാൻ പറയുവാണ്. ഈ സമയം ഗിരിയോടെ തന്നെ നിൽക്കുന്നത് കാണുമ്പോൾ മുകുന്ദൻ പറയണേ, എടാ ചെല്ലു വേഗം ചെന്ന് റെഡിയാകും. അങ്ങനെ ഗിരി റെഡിയാവാനായിട്ട് അകത്തേക്ക് പോകുവാണ്. ഭാനുമതിയും സ്വപ്നയും അകത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. പിന്നീട് റെഡിയായി വന്ന ഗിരിയും മുകുന്ദനും കൂടി പുറത്ത് നിന്ന് സംസാരിക്കുമായിരിക്കും. ഈ സമയത്ത് മഞ്ജു റെഡിയായി പുറത്തേക്ക് ഇറങ്ങുവാണ്. അങ്ങനെ ഗിരി മുകുന്ദനോട് പറയണേ, നീ നിൻ്റെ വണ്ടിക്ക് വെക്കോ, ഞാൻ ഇവളെയും കുട്ടി പിന്നാലെ വന്നോളാം. അങ്ങനെ പറഞ്ഞ് തിരിയുമ്പോഴായിരിക്കും ഗിരി മഞ്ജുവിൻ്റെ ബ്ലൗസിൻ്റെ ഹുക്സ് ഇടാത്തത് ശ്രദ്ധിക്കുന്നത്. അന്നേരം ഗിരി മഞ്ജുവിനെ വിളിക്കണേ, നിൻ്റെ ബാക്കിൽ മറ്റേ സാധനം അത് ഇട്ടിട്ടില്ല എന്ന് അങ്ങനെയൊക്കെ നിന്ന് പരിങ്ങിക്കൊണ്ട് പറയുവാണ്. ആ സമയം മഞ്ജു ചോദിക്കണേ, എന്താ മനസ്സിലായില്ല എന്ന് പറഞ്ഞ് ബാക്കിലൊക്കെ ഇങ്ങനെ പിടിച്ചു നോക്കുന്നുണ്ട്. ഈ സമയം ഗിരി പറയണേ, നിൻ്റെ ഹുക്ക് ഇട്ടിട്ടില്ല എന്ന്.
അതേക്കുന്നതും മഞ്ജു അതിടാനായിട്ട് ശ്രമിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഈ സമയം മുകുന്ദനാണെങ്കിൽ ഗിരിയെ നോക്കി ഇങ്ങനെ കളിയാക്കി ചിരിക്കുക. എന്നിട്ട് പറയണേ, എടാ നീ ചെന്നാ കൊച്ചിനൊന്ന് സഹായിച്ചു കൊടുക്ക്, അവൾ നിന്ന് കഷ്ടപ്പെടുന്ന കണ്ടില്ലേ. അന്നേരം ഗിരി ചോദിക്കണേ, ഞാനോ? പിന്നല്ലാതെ അവൾ നിന്റെ ഭാര്യയല്ലേ, അല്ലാതെ എൻ്റെ ഭാര്യയാണോ? നാളെ നിൽക്കാതെ അങ്ങോട്ട് ചെല്ല്. അങ്ങനെ ഗിരിനെ മഞ്ജുവിൻ്റെ അരിയിലേക്ക് പറഞ്ഞു വിടുവാണ്. ഈ സമയം ഗിരിയാണെങ്കിൽ കൈയൊക്കെ വരച്ചുകൊണ്ട് മഞ്ജുവിൻ്റെ ബ്ലൗസിൻ്റെ ഹുക്സൊക്കെ ഇടാനായിട്ട് ശ്രമിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഇതേ സമയം മുകുന്ദൻ അവിടെ മുഖമൊക്കെ കൈ വെച്ചിങ്ങനെ പൊത്തിപ്പിടിക്കുക. എന്നിട്ട് പറയണേ, അതെ ഞാനൊന്നും കാണുന്നില്ല കേട്ടോ. ഈ സമയം ഗിരി മഞ്ജുവിൻ്റെ ബ്ലൗസിൻ്റെ ഹുക്സൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ കാഴ്ച കണ്ടിട്ട് ഭാനുമതി സ്വപ്നയും പുറത്തേക്ക് വരുമായിരിക്കും. അത് കാണുന്ന ഭാനുമതി വരണേ, എന്ത് വൃത്തികേട്ടാ ഇത്, നീ എന്തായി കാണിക്കുന്നത് ഗിരി? അന്നേരം ഗിരി അവിടെ നിന്ന് പരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയം ഭാനുമതി പറയണേ, വീടിൻ്റെ ഉമ്മറത്ത് വെച്ച് തന്നെ ഇമാതിരി വേഷം കെട്ടുകളൊക്കെ നടത്തണോ? വെറുതെ നാട്ടുകാരെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കാൻ. ഇവിടെ കല്യാണപ്പായ ഒരു പെൺകുട്ടി കൂടി ഉണ്ടെന്നുള്ള ബോധം നിനക്കുണ്ടാവണം. അന്നേരം മുകുന്ദൻ പറയണേ, എൻ്റെ അമ്മേ, ഇവർ ഭാര്യയും ഭർത്താവുമല്ലേ, അപ്പോൾ നാട്ടുകാരെന്ത് പറയാനാ? ഭാര്യയുടെ ബ്ലൗസിൻ്റെ ഹുക്സ് ഒന്ന് ഭർത്താവ് ഇട്ട് കൊടുത്തു എന്ന് പറഞ്ഞ് അത് വലിയ പ്രശ്നം നോക്കേണ്ട കാര്യമുണ്ടോ? അന്നേരം അമ്മ പറയണേ, ഇവർക്കെന്നാൽ റൂമിൽ വെച്ച് എന്താണെന്ന് വെച്ചാൽ ആയിക്കൂടെ, ഇങ്ങനെ പുറത്ത് നിന്ന് വന്ന് തന്നെ കാണിക്കണോ? ആ സമയം മുകുന്ദൻ പറയണേ, എൻ്റെ അമ്മേ, നാട്ടുകാർ ഭാര്യ ഭർത്താവും തമ്മിലുള്ള ഇത്തരം കാര്യങ്ങളൊന്നും വലിയ ഊതിപ്പിടിപ്പിക്കുകയൊന്നുമില്ല. ഇതേ സമയം കാമുകനും കാമുകയോ ആയിരുന്നെങ്കിൽ സീൻ മാറിയാനെ. എന്നാ പിന്നെ സമയം കളയണ്ട, ഞാൻ ഇറങ്ങുക. എടാ ഗിരി, മഞ്ജുനെയും കിട്ടി വൈകാതെ തന്നെ അങ്ങ് എത്തിക്കോളണേ. അങ്ങനെ പറഞ്ഞ് മുകുന്ദൻ അവിടെ നിന്നും പോകുവാണ്. പിന്നാലെ ഗിരിയും അമ്മയോട് യാത്ര പറഞ്ഞ് ഇറങ്ങുവാണ് കേട്ടോ. ഈ സമയം ഗിരി വന്ന് വണ്ടി കയറിയിരിക്കുവാണ്, ബൈക്കിൽ കയറിയിരിക്കുവാണ്. അങ്ങനെ മഞ്ജുവും കയറാൻ തുടങ്ങുമ്പോൾ അത് കാണുന്ന സ്വപ്നം ചോദിക്കണേ, അല്ല ഗിരിയേട്ടൻ ബൈക്കിലാണോ പോകുന്നത്, കാറെന്തേ? ആ സമയം ഗിരി പറയണേ, കാറ് സർവീസിന് കൊടുത്തിരിക്കുമല്ലേ, എന്താ നിങ്ങൾക്ക് എവിടെയെങ്കിലും പോകണോ? വേണ്ട. അങ്ങനെ ഗിരി മഞ്ജുവിനെ കുട്ടി അവിടെ നിന്നും പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് മുകുന്ദൻ്റെ വീട്ടിലെത്തുന്ന ഗിരിനെയും മഞ്ജുവിനെയാണ് കേട്ടോ. ഈ സമയം മഞ്ജു അകത്തേക്ക് ചെന്ന് കോളിംഗ് ബെൽ അടിക്കുവാണ്. ഈ സമയം ഗൗരിയമ്മ പോലീസ് വേഷത്തിൽ വന്ന് വാതിൽ തുറക്കുവാണ് കേട്ടോ. അങ്ങനെ അത് കാണുന്നതും മഞ്ജു വേഗം തന്നെ പേടിച്ച് മാഡം എന്ന് പറഞ്ഞ് സല്യൂട്ട് ചെയ്യുന്നുണ്ട്. ഈ സമയം ഗൗരിയമ്മ നല്ല ഗൗരവത്തിൽ തന്നെ ചോദിക്കുക, അല്ല എന്താ രാവിലെ ഭക്ഷണമൊന്നും കഴിച്ചില്ലേ, എന്താ ഇങ്ങനെ ഒടിഞ്ഞു തൂങ്ങി നിൽക്കുന്നത്? ഇതൊക്കെ കണ്ട് അവിടെ ബൈക്കിൽ തന്നെ ചിരിച്ചുകൊണ്ടിരിക്കുമായിരിക്കും കേട്ടോ ഗിരി. പോലീസുകാരെന്ന് പറയുമ്പോഴേ എപ്പോഴും തല ഉയർത്തി നിൽക്കണം, അല്ലാതെ ഇങ്ങനെ ഒടിഞ്ഞു തൂങ്ങി നിൽക്കാൻ പാടില്ല. അന്നേരം മഞ്ജു, ശരി മാഡം എന്നൊക്കെ പറഞ്ഞ് സ്ട്രെയിറ്റ് ആയിട്ടൊക്കെ നിൽക്കുവാണ്. ഈ സമയം ഇത് കണ്ട് മുകുന്ദൻ അങ്ങോട്ടേക്ക് വരുക. എൻ്റെ അമ്മേ, രാവിലെ തന്നെ പറ്റിക്കൾ തുടങ്ങിയോ? ഈ സമയം മഞ്ജു ചോദിക്കണേ, മുകുന്ദൻ്റെ അമ്മ പോലീസാണോ? അന്നേരം മുകുന്ദൻ ചിരിച്ചുകൊണ്ട് പറയണേ, എൻ്റെ മഞ്ജു, അമ്മ ഇതുപോലെ പോലീസായും ഡോക്ടറായും വക്കീലായും ഒക്കെ കാണാൻ പറ്റും. അമ്മ സീരിയലിലേക്ക് അഭിനയിക്കുന്ന ഒരു ചെറിയ ആർട്ടിസ്റ്റാ. മുമ്പൊരിക്കലും മഹിമയുടെ ഡെലിവറിക്ക് വേണ്ടി വന്നപ്പോൾ അമ്മ ഡോക്ടറിൻ്റെ വേഷത്തിലായിരുന്നു. അന്ന് മഹിമയും പഠിച്ചു. ഇതുപോലെ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞാൽ അമ്മയുടെയൊക്കെ ക്യാരക്ടർ വിടാതെ വഴിയെ പോകുന്ന ആൾക്കാരൊക്കെ ഇതിങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കും. അതൊന്നും മഞ്ജു കാര്യമൊക്കെ ഉണ്ടാകും. ഈ സമയം ബൈക്കിലിരിക്കുന്ന ഗിരിയെ നോക്കിയിട്ട് ഗൗരിയമ്മ പറയണേ, ഡാ ഗിരി, നീ എന്താടാ അവിടെ പോയിരിക്കുന്നത്, ഇങ്ങോട്ട് വാടാ. അങ്ങനെ ഗിരി മഞ്ജുവിൻ്റെ അരികിലേക്ക് വരുവാണ്. അങ്ങനെ ഗിരി അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോൾ ഗൗരിയമ്മ പറയണേ, നിൽക്ക്. ഇതുപോലെ ആദ്യമായിട്ട് വിരുന്നിനൊക്കെ വരുമ്പോൾ ഭർത്താവ് ഭാര്യയുടെ കൈ പിടിച്ച് വേണം അകത്തേക്ക് കയറാൻ, അതാണ് ആചാരം. ഇപ്പോൾ ഈ വീട്ടിൽ മുതിർന്നവരായിട്ട് ഞാനല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഈ ആചാരത്തെക്കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അതുകൊണ്ട് നീ ഇവളുടെ കൈ പിടിക്ക്, എന്നിട്ട് രണ്ടാളും ഒരുമിച്ച് വലത് കാലി വെച്ച് അകത്തേക്ക് കയറുക. ഈ സമയം ഗിരി ചോദിക്കണേ, അതെന്താ ഇപ്പോൾ തനിയെ കയറിയാലും? അന്നേരം ഗൗരി പറയണേ, നീ തർക്കത്തിലൊന്നും പറയാൻ നിൽക്കണ്ട, അങ്ങനെ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് മാത്രമല്ല വിരുന്നിൽ ക്ഷണിച്ച ഞങ്ങൾക്കും ദോഷമാണ്. മര്യാദയൊക്കെ പറഞ്ഞതുപോലെ ചേടാ, അവളുടെ കൈ പിടിച്ച്. അങ്ങനെ ഗിരി മഞ്ജുവിൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിക്കുവാണ്. അങ്ങനെ മഞ്ജുവിൻ്റെ കൈ പിടിച്ചുകൊണ്ട് രണ്ടാളും വലതുകാലം വെച്ച് അകത്തേക്ക് കയറുവാണ് കേട്ടോ. ഈ സമയം അമ്മ മഞ്ജുവിനെ കുട്ടി അകത്തേക്ക് പോകുവാണ്. അന്നേരം ഗിരി പറയണേ, നിൻ്റെ അമ്മ മനുഷ്യൻ്റെ വില കളയുമോ? ആ സമയം മുകുന്ദൻ ചോദിക്കണേ, നിൻ്റെ ഭാര്യയുടെ കയ്യിലല്ലേ പിടിക്കാൻ പറഞ്ഞത്, നിൻ്റെ ഈ മട്ടും പാകം കണ്ടാത്തൊന്നും ചുട്ടുപഴുത്ത ഏതോ ഇരുമ്പ് കമ്പിയിലാണ് പിടിക്കാൻ പറഞ്ഞതെന്ന്. നീ ഇങ്ങ് വന്നേടാ എന്ന് പറഞ്ഞാൽ ഗിരിയും കുട്ടി അകത്തേക്ക് പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് ഗിരിയുടെ വീടാണ് കേട്ടോ. അവിടെ ഭാനുമതി ആകെ ടെൻഷനിലിരിക്കുവാണ്. ഈ സമയം സ്വപ്നം അങ്ങോട്ടേക്ക് വന്നിട്ട് പറയണേ, അവരെ രണ്ടാളെയും ഒരുമിച്ച് വിട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ അവള് ഏട്ടനെ അവളുടെ വലയിലാക്കും, അതിനുള്ള എല്ലാ കഴിവുകളും അവൾക്കുണ്ട്. അന്നേരം ഭാനുമതി പറയണേ, അതൊക്കെ എനിക്കും അറിയാം, പക്ഷേ മക്കളൊരു പ്രായം എത്തിക്കഴിഞ്ഞാൽ മാതാപിതാക്കൾ പറയുന്നതൊന്നും അനുസരിക്കില്ല. ഇവിടെ നീയൊക്കെ പണ്ട് മുതലേ എന്നെ അനുസരിക്കുന്നില്ലല്ലോ. എന്നാൽ ഗിരി അങ്ങനെയല്ല. അവൻ ചെറുപ്പം തൊട്ട് ഞാൻ എന്തു പറഞ്ഞാലും അതിൽ തെറ്റോ ശരിയോ ഒന്നും നോക്കാതെ ഞാൻ പറഞ്ഞതെല്ലാം അവൻ അനുസരിക്കും. സത്യം പറഞ്ഞാൽ ശങ്കരേട്ടൻ്റെ മരണശേഷം അവൻ എൻ്റെ കൂടെയുള്ളതായിരുന്നു എൻ്റെ ഏകധൈര്യം. അവൻ ഞാൻ പറയുന്നൊരു കാര്യം അനുസരിക്കാതിരുന്ന പിന്നെ ഞാൻ ജീവിച്ചു എന്നിട്ട് കാര്യമില്ല. ഇപ്പം ഞാൻ മുകുന്ദൻ്റെ വീട്ടിൽ വിരുന്നിന് പോകുന്നത് കാര്യത്തിൽ അവനെ തടഞ്ഞിരുന്നെങ്കിൽ അവൻ ചിലപ്പോൾ എൻ്റെ വാക്കനുസരിച്ചൊന്നും വരില്ല.
അങ്ങനെ പറഞ്ഞു നിൽക്കുന്ന ഭാനുമതി അമ്മയെ കാണിച്ചുകൊണ്ട് എപ്പിസോഡ് തീരുവാണ്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായാൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്